ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള അച്ചാറുകളാണ് കേട്ടോ. കുറച്ച് ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ നന്നായിട്ട് അച്ചാറുണ്ടാക്കും. അച്ചാർ മാത്രമല്ല, പലഹാരങ്ങളും പിന്നെ എന്താ പറയുക, ഒരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞ എൻ്റെ അമ്മ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ സദ്യ ഉണ്ടാക്കും. ഒരു 100 പേർക്കുള്ള സദ്യ അമ്മ ഒറ്റയ്ക്ക്. അമ്മ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ അച്ഛൻ അമ്മങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അതുപോലെ അമ്മ ഭയങ്കര കൈപ്പുണ്യം ഉണ്ട് അമ്മയ്ക്ക്. അത് കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് സിസ്റ്റർ ഉണ്ട്, അവൾ നന്നായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ബ്രദർ ഉണ്ട്, ആളും കുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങളൊരു എല്ലാവരും എന്താ പറയുക, ഫുഡ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ കുറേ അച്ചാറാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് തുടങ്ങി, ഇനി ഒന്ന് തുടങ്ങി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞത്, ഞാൻ കുഞ്ഞു കുപ്പിയും വലിയ കുപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് അച്ചാറുകൾ, എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ നാരങ്ങച്ചാറാണ്. നാരങ്ങച്ചാർ എന്ന് പറയുമ്പോൾ വീട്ടിലെ നാരങ്ങച്ചാറിൻ്റെ കളർ കാണിച്ചു തരാം കേട്ടോ. നോക്ക് ഗൈസ്, ഇതാണ് വീട്ടിൽ നാരങ്ങച്ചാറിൻ്റെ കളറ്. ഭയങ്കര ഇതിപ്പോൾ ഇത്രയായിട്ടോ, ഇത്ര ഉണ്ടായിരുന്നു, ഇത്രയായിട്ടുണ്ട്. ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. ഈ നാരങ്ങച്ചാർ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റിൻ്റെ ഫേവറേറ്റ് ആണ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ എന്താ പറയുക, പ്രത്യേക എന്താ പറയുക, ടേസ്റ്റാണ് ഇതിന്. നല്ല നാരങ്ങയുടെ ടെക്സ്ചർ കാണിച്ചു കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ടെക്സ്ചർ എങ്ങനെയാണ്. കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. എണ്ണയുണ്ട്, അത്യാവശ്യം എണ്ണയുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല തോന്നി കഷ്ടിക്ക് പിടിച്ചു കേട്ടോ. ഉണ്ടോ അച്ചാർ, ഇത് കൊത്തിയാവട്ടോ നമുക്ക് ഗൈസ്. കൊത്തിയാവുന്നില്ലേ? അച്ചാർ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കേരളത്തിൽ? നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നാരങ്ങച്ചാറ്. ഒന്നുകൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. ഉണ്ടോ എന്നുവെച്ചാൽ നാരങ്ങ കണ്ടങ്ങനെ അലുത്തിരിക്കുകയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത് കാണിച്ചു തരാം കേട്ടോ. എണ്ണയുണ്ട്, ഉണ്ടോ നാരങ്ങ ഇരിക്കണമൊക്കെ കൊതിയാവുന്നില്ലേ? ഇതപ്പാണ് നാരങ്ങച്ചാറ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാരങ്ങച്ചാറ്. അടുത്ത അച്ചാർ, ഇത് നെസ്കഫയുടെ കുപ്പിയാണ് കേട്ടോ. അമ്മ ഒരു കുപ്പിയും കളയില്ല, കാരണം വെച്ചാൽ അതിലൊക്കെ അമ്മ അച്ചാറിട്ട് വയ്ക്കും, എന്തെങ്കിലുമൊക്കെ ഇട്ട് അച്ചാറിട്ട് വയ്ക്കും കേട്ടോ. ഇത് നമ്മുടെ അച്ചാറാണ്. ഇത് മാങ്ങ, ചെത്ത് മാങ്ങ, മാങ്ങ അങ്ങനെ ചെത്തിയില്ലേ, ചെത്ത് മാങ്ങ അച്ചാറാണ് കേട്ടോ. കഴിഞ്ഞ് തുടങ്ങി. എനിക്ക് ഇതിനോട് ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് നാരങ്ങ എൻ്റെ ഫേവറേറ്റ്, പക്ഷേ ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്, കുഴപ്പമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ചെത്ത് മാങ്ങ, മാങ്ങനെ അളുത്തിരിക്കുകയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതെൻ്റെ ചെത്ത് മാങ്ങ അച്ചാറ്. ഇത് വലിയ കുപ്പിയായിരുന്നു, അപ്പോൾ ആ കുപ്പി വേറെ ആവശ്യത്തിന് വേണ്ടായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ സംഭവം അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ കുപ്പിയിലേക്ക് മാറ്റി. ഇത് എന്താ അച്ചാറെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതും കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ അമ്പഴങ്ങ അച്ചാറാണ്. അല്ല, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അമ്പഴങ്ങ അത് ഉപ്പിലിടും, എന്നിട്ട് അങ്ങനെ അച്ചാർ ഉണ്ടാക്കും കേട്ടോ പ്ലീസ്. നല്ല ടേസ്റ്റാണ്. കണ്ടപ്പോൾ ഒരു കഴിക്കാൻ ആഗ്രഹം, ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. എന്നിട്ട് കഴിച്ച് നോക്കാം. സൂപ്പർ ഉണ്ടോ അമ്പഴങ്ങച്ചാറ്. അടച്ചു വയ്ക്കാം. ഇനി നെക്സ്റ്റ് അച്ചാറല്ല, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതെന്നാന്ന് മനസ്സിലായി ആർക്കെങ്കിലും? ഇത് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന സംഭവം തന്നെയാണ്, പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇത് നമുക്കിപ്പം കഞ്ഞി കുടിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചമ്മന്തിയായിട്ട് ജസ്റ്റ് ഒന്ന് ചാരിച്ചിട്ട് കഴിക്കാം. ഇതെന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. തുറന്ന് കാണിച്ചു തരാം. ഡെങ്കടെങ്, നമ്മുടെ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ, ഇരുമ്പാമ്പുളി അച്ചാറിട്ടേക്കാണ് കേട്ടോ. അച്ചാർ ജസ്റ്റ് ഒന്ന് ഉപ്പിൽ ഞാൻ എടുക്കുന്നില്ല, ഉപ്പിലിട്ട് വെച്ചേക്കാനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ കാണിച്ചു തരാം. ഉണ്ടോ ഇരുമ്പാമ്പുളി ഇങ്ങനെ ഉപ്പിലിട്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. ഉണ്ടോ നല്ല സൈസിലുള്ള ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. ഇത് അച്ചാർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്, അല്ലാണ്ട് ജസ്റ്റ് അങ്ങനെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാനും അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കുകയും ചെയ്യാം. ഉണ്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഓക്കെ, അടിച്ച് വയ്ക്കാം. ഇനി അടുത്ത അച്ചാർ എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇതും ഏകദേശം കഴിഞ്ഞു. ഇതെന്താണെന്ന് വെച്ചാൽ നേരത്തെ കണ്ട ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ, അതിൻ്റെ അച്ചാറാണ്. നല്ല അളുത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇരുമ്പാമ്പുളി അച്ചാറാണിത്. കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഏകദേശം കഴിഞ്ഞ് തുടങ്ങി, കുറച്ചും കൂടെ ഉള്ളൂ. നെക്സ്റ്റ് ഇതാണ് കേട്ടോ ഗൈസ്. ഇത് തോളൂർ വെളുത്തുള്ളി അച്ചാർ, നാടൻ. നല്ല പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേറെ സംഭവമാണ്. അതൊക്കെ ഒരു ദിവസം കാണിച്ചു ആഗ്രഹമുണ്ടായിരുന്നു. വീട്ടിൽ അച്ചാറൊന്നും പുറത്തൊന്നും വാങ്ങിക്കാറില്ല, പക്ഷേ ഈ തോളൂരിലെ അച്ചാർ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ഉപ്പ് കൂടുതലാണെന്ന് ഡൗട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം പിന്നെ ഉപ്പ് സാധാരണ കുറച്ച് കൂട്ടി വെക്കുമല്ലോ, കേടാതിരിക്കാൻ വേണ്ടി ഉപ്പ് കൂട്ടി വെക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ്, അതായത് മാങ്ങ.
മാങ്ങ എനിക്ക് അച്ചാർ വലിയ താല്പര്യമില്ല, നാരങ്ങ അച്ചാർ ഇഷ്ടം. എന്നാലും കടുമാങ്ങ അച്ചാർക്ക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പിലിട്ടതായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ അകത്ത് കാന്താരി മുളകൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞ് പോയിട്ടുണ്ട്. കൊതിയാവണം, ഇച്ചിരി കഴിക്കട്ടെ കേട്ടോ. വീണ്ടും കൈ കുറച്ച് മതി. എക്സിബിഷന് പോകുമ്പോൾ അച്ചാർ കാണാറില്ലേ, മിക്കവാറും എൻ്റെ എല്ലാ കൈയും എൻ്റെ അച്ചാറിലേക്ക് നീങ്ങും കേട്ടോ. ഞാൻ എല്ലാ അച്ചാറും മിക്കവാറും ടേസ്റ്റ് ചെയ്യാറുണ്ട്. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. കടച്ച് വയ്ക്കാം, അത് കഴിഞ്ഞ് തുടങ്ങി കേട്ടോ. ഇനി നെക്സ്റ്റ് അച്ചാർ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അച്ചാറല്ല ഇത്, നമ്മുടെ പറഞ്ഞില്ലേ പുളിയെല്ലാം എന്താ പറയുക, ഇതാണ് നമ്മുടെ സാധനം ഉണ്ടോ. ഇത് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതിനകത്ത് ചുരുക്കുണ്ട്, ചൂടുവെള്ളമുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഈ ഉണക്കമുളക് മീൻസ് വറ്റൻമുളക് ഉണ്ടല്ലോ, വറ്റൻമുളക് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് വയ്ക്കും. എനിക്ക് തോന്നുന്നത് ഒരു മാസമായി തോന്നിട്ട് വെച്ചിട്ട് നന്നായിട്ട്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിയോ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ പുളിയൊക്കെ ചേർത്തിട്ട് ചാലിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഇതൊന്ന് ചാലിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ അതിങ്ങനെ പൊടിയിൽ കഞ്ഞി ഗോതമ്പ് കഞ്ഞിയൊക്കെ കഴിക്കുമ്പോൾ ഇത് കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും ഏകദേശം കഴിയാറ് ഇവിടം വരെ ഉണ്ടായിരുന്നേ. പകുതി എൻ്റെ വയറ്റിലേക്ക് തന്നെ പോയേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ചാർ. പക്ഷേ ആരും ഇങ്ങനെ അല്ലാണ്ട് അച്ചാർ തിന്നരുത്, ആൻസറും ഗ്യാസ്ട്രൈറ്റിസൊക്കെ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്താ കാണിക്കാനല്ലേ, ഇങ്ങനെ ഇതും സെയിം തന്നെ കേട്ടോ. മാങ്ങയാണ് കേട്ടോ, ഉപ്പുമാങ്ങയാണ്, മുളകൊന്നുമില്ല, സാധാ ചുമ്മാ വെറുതെ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. മാങ്ങയാണ്, ചെറിയൊരു വൈറ്റ്, അത് പൂത്തതല്ല, കുഴപ്പമില്ല, പൂത്താലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. ഇനി കാണിക്കാനുള്ളത് ഇതെന്താണെന്ന് ഗൈസ്, ഇത് തക്കാളിയാണ്, തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. തക്കാളി ചട്നിയാണ്, തക്കാളി അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എന്താ, മിക്കവാറും വീട്ടിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മിക്കവാറും ഇന്ന് എനിക്ക് ദോശയായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ഇത് കേട്ടോ. അതിൻ്റെ ഒരു പിക്കിളാണ്, പിക്കിൾ എന്ന് പറയാൻ പറ്റില്ല, അത് ചമ്മന്തി. തക്കാളി സവോളയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുമല്ലോ, അതാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ സാമ്പാറോ ചട്നിയോ വേണ്ട, ഈ തക്കാളി ചമ്മന്തി മതിയോ. ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ നമ്മുടെ അച്ചാർ. ഇനി കുറച്ച് അച്ചാർ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ അച്ചാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ, സി യു.